ഇടിച്ചാ മുട്ടിടിച്ചാ. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിലെത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ നടക്കാം. ചാറ്റിൽ പോയി ഇറങ്ങൂല്ലേ, ഇനി വീടില്ല ക്യാമറാമൻ. പിന്നല്ലേ എൻ്റെ ചെരുപ്പിന് ഗ്രിപ്പില്ല. വെരി ഡേഞ്ചറസ് സ്പോട്ടാണ് ഗൈസ്. എന്തൊക്കെ ജീവികളൊക്കെ തട്ടി കിടക്കണം. ഇവിടെ ഫുൾ അട്ടയുണ്ട്, അട്ടയും ഉണ്ട്, രസവും ഉണ്ട്. പുഴ അടക്കുന്ന കണ്ടു ഗൈസ്. അപ്പൊ ഇതുവഴി ആയിരിക്കൂല, നമുക്കപ്പോ ഇതുവഴി പോയി നോക്കാം. ആ ചേട്ടങ്ങോട്ട് രണ്ടു വഴിയൊക്കെ കിടക്കുന്നു. അതായിരിക്കൂല. അതുകൊണ്ട് ഇതാണ് ഇവിടെ. ആൾക്കാർ ഷൂവിന്റെ പാടൊന്നുമില്ല. അപ്പൊ ഇതല്ല ഗൈസ്. അപ്പൊ ഇതുവഴി ആയി. പാമ്പ് വല്ലതും ഉണ്ടാകുമല്ലോ. ഓ അത് ഒഴുകുന്നു. ഇത് തന്നെ എന്തൊരിടാവും. ചേട്ടൻ വീണ്ടും എടുത്തോണ്ട് പോയി. ഓ ഇത് ഗൈസ്, അപ്പൊ ഇനി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതുവഴിയാ പുഴയിലോട്ടായിരിക്കും പോണത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട. എങ്കിലും നമുക്ക് അങ്ങനെ നടക്കാം. ഇനി അങ്ങോട്ട് വാ. ഇങ്ങനെ നടന്നു പോവാ കേട്ടോ. ഓ അതിനുണ്ടത് ഇങ്ങനെ ഇവിടെയൊക്കെ ചതുപ്പുള്ള സ്ഥലമാണെന്ന് തോന്നടാ. അതുകൊണ്ട് ഉള്ളില് പായലുണ്ട്. പക്ഷെ പായലുണ്ട് റിസ്ക്കാണ്. തെന്നി വീഴല്ലോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. അങ്ങോട്ട് മേലോട്ട് ചിലപ്പോ ഇതൊരു വഴി കിടക്കില്ല. അപ്പൊ ഇതൊക്കെ പോയാ ചേട്ടൻ ഇനി എവിടെ പോയാ. അവ അങ്ങ് എത്തിയെന്ന് തോന്നുന്നല്ലേ. ഓ കിണറ് നോക്കണം. ഒരു ഫോറസ്റ്റ് കിണറുള്ള സ്ഥലമായി. ഇപ്പൊ പാമ്പിരുന്നാലും അറിയൂലല്ലോ. ഈ കുറുക്കുറിന്റെ ഒക്കെ പാക്കറ്റൊക്കെ കിടക്കണം. എന്തായാലും ബാ ഇതുവഴി പോവാ. ചേട്ടൻ നടന്നൊക്കെ വരണം വെള്ളത്തിൽ കൂടെ. പാറ കണ്ടാലോ. ഇവിടെ നടക്കാം. വാ ഉണ്ടാ കൊറേ പേരുണ്ടാ മേളില. ചേട്ടന്മാരോട് ആളുണ്ടെന്നാണ്. അപ്പൊ നമ്മള് വഴി കണ്ടുപിടിക്കും. നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. പാ വെള്ളം നല്ല തണുപ്പാണ്. ക്ലിയർ ഫ്രഷ് വാട്ടറുമാണ്. മലയിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. ഓ പാന്റ് പോയി. ഞാൻ മറ്റേ ഇടാനാണ് വിചാരിച്ചത്. ഇവിടെ നോളാം. എവിടെ ഭയമാരുണ്ട് കേട്ടാ. തവളയൊക്കെ ഉണ്ട് ഗൈസ്. വാട്ടർഫോൾസിന്റെ ഇത് കേൾക്കാം. അവിടെ തന്നെ ആയിരിക്കും അത്. രണ്ടും ചേട്ടന്മാരൊക്കെ മുൾച്ചെടി, മുള്ളിന്റെ ഒരു വേര്. അവിടെ ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ നിപ്പുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് പോവാം. കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു മേളില്. സ്ലിപ്പാവാന്നോളാം. എനിക്കെല്ലാ കല്ലല്ലേ പിന്നെ എല്ലാം മറ്റേ പായലടിച്ചിരിക്കുന്നു. അതൊക്കെ കണ്ടൊക്കെ കുത്തി ഇറങ്ങി വരാനാ. ഏറ്റവും മേളിൽ പോകാൻ പറ്റുന്നുണ്ടല്ലേ. അത്രയൊക്കെ പോകുമ്പോൾ നോക്കി കയറണം. ചിലപ്പോഴും സ്ലിപ്പാവും. മേളിൽ ചിലപ്പോൾ പാമ്പൊക്കെ ഒഴി വരും കേട്ടോ. സൂക്ഷിക്കണം. ചക്കയിൽ ആർക്ക് ഫോൺ ചെയ്യുന്നു. വെള്ളം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്.
ആ ഓഫീസിൽ നിന്ന് അവിടെ ഒരു ചേട്ടൻ്റെ തവളനെ ചെരുപ്പിൻ്റെ കണ്ടോടാ? അവിടെ ഒരു വലിയ തവള. തവള. ഉഫ്, ഇത്തിരി വലുത്. എൻ്റെ നല്ല കണ്ണൊക്കെ. ഓ, നല്ല സൈസ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നേരത്തെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോയി. ഉം. നമ്മളിവിടെ ഒറ്റയ്ക്കാണ്, വേറെ ആരുമൊന്നുമില്ല. പോയില്ല, പോണതേ ഉള്ളൂ. ആ അവരവിടെ നിൽക്കുന്നു അവരോടെ പോണതേ ഉള്ളൂ. ടീമിൽ. ഇവിടെ ചേട്ടൻ മുകളിൽ കയറി പോകണം, കയറി പോവാൻ നോക്കുന്നു. നോക്കി പോണ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നീ സൂപ്പർ കേട്ടോ. കയറാം. കല്ലുണ്ട്, ഇതിലൊക്കെ വന്ന് വീണ സൂപ്പറായിരിക്കും. കല്യാണം കയറാം മുകളിൽ. ആഴമില്ലെന്ന് തോന്നുന്നില്ല. ആഴമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇനി പാമ്പങ്ങനെ കയറി ഇരിക്കുമെന്നുള്ളത് ഡൗട്ടുള്ളത്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ ടൈപ്പ്. ആഴമില്ല. വെള്ളം നല്ല തണുപ്പുണ്ടോ അത്? ഇത്രയും മേളിൽ പോയാ? ഏറ്റവും മുകളിലിരിക്കുന്നു. ഓ, ഏറ്റവും മേളിൽ പോയി. അവിടെ നല്ല കുഴിയാണ്. ആ കമ്പ് വെച്ച് കയറാൻ പാടായിരിക്കുടാ. ഇല്ല, കുഴപ്പമില്ല. വെള്ളമുണ്ടോ ആഴമുണ്ടെന്ന് നോക്കാനായിട്ടാണ് കമ്പെടുത്ത് ചെയ്യുന്നത്. കയറുന്നില്ല. കമ്പ് വെയിറ്റ് ഉണ്ട്, ഇച്ചിരി പാട് തന്നെ. ചേട്ടൻ ഏറ്റവും മുകളിലങ്ങ് പോയിരുന്നു. ഈ കല്ല് മാറ്റി വെക്കാം. വേണ്ട, കല്ലെടുത്ത് മാറ്റണ്ട. ഓ, ഇത് ഇല്ല, അത് മാറ്റാൻ പറ്റില്ല. ആശ അത് നല്ല വെയിറ്റ് ഉള്ളതാണ്. മേളിൽ നോക്കി കയറി പോയാൽ മതി. ബ്ലോക്കായിട്ടിരിക്കുന്ന കല്ല്, അവിടെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ. ആ, അവൻ അങ്ങ് മേളിൽ പോയി കേട്ടോ. അവൻ ചാടി വരുന്നതാണ് നല്ല രസവും. അവൻ അങ്ങ് മേളിൽ പോയി. അതിൽ കയറി പോകണം, സൂക്ഷിച്ച് കയറി പോകണം. കമ്പ് വെച്ച് തിന്നുന്നില്ലായിരുന്നു. ചില സ്ഥലത്ത് മാത്രമേ തിന്നുന്നുള്ളായിരുന്നു. ഓ, മഴ സമയത്ത് സൂപ്പറായി. കുറേ കൂടെ ഭയങ്കര വെള്ളമായിരിക്കും. 24 വരെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഭയങ്കര വെള്ളമായിരുന്നു. ഇപ്പോഴത്തെ ശാലം വെള്ളം കുറവാണ്. ലവ് അങ്ങ് മേളിൽ എത്തി കേട്ടോ. അവിടെ എന്തേരം ഗുഹയുണ്ട് കണ്ടത്. ഓ, അതുവഴി കയറാൻ എനിക്കൊരു വിശ്വാസമില്ല. എനിക്ക് അതുവഴി കയറാം. സൈഡിൽ എത്രയും തെന്നുമെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്ത് നോക്കാം. അവൻ എങ്ങനെ വള്ളി തൂങ്ങി വന്നു? വലിയ കാലില്ല. ഇടാ, അതിൽ തെറ്റും കേട്ടാ. ഇവിടെ ഫുള്ള് കുറേ തുണിയൊക്കെയാണ്. കുറേ ആൾക്കാർ തുണിയൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകും. വേസ്റ്റ് ഒക്കെ ഒരുപാടുണ്ടല്ലേ. തുണിയൊക്കെ ഇതുകൂടെ ലോകത്തും കവറൊക്കെ വേണ്ടിയിട്ടൊക്കെ. നല്ല രസമുണ്ട് അത് ഒഴുകുന്ന കാണാൻ. ചുറ്റും നല്ല കാടുമാണ്, ഒരു വൈബാണ്. പക്ഷെ രാത്രി വരുമ്പോൾ കുറച്ച് ഇരുട്ടുണ്ട്. ഇരുട്ടായിട്ടേ. ഇതൊക്കെ മുകളിൽ പാമ്പിരുന്നാൽ പോലെ അറിയത്തില്ല. വെള്ളം ഒഴുകുന്ന പതുക്കെ കയറി പോണേ. ആ, ഇതുവഴി കയറാൻ പറ്റുമോ? ഇത്രയും മേലെ പോയിട്ടാണെന്ന് തോന്നുന്നു ഇതിനിവിടെ. അതുവഴി കയറാൻ പറ്റൂലല്ലോ. കയറാൻ ചേട്ടൻ്റെ വലിയ കാലായോണ്ട് പതുക്കെ നോക്കി കയറണം. സൈഡിലൊക്കെ അതുവഴി കയറാൻ പറ്റൂല. ഈ സൈഡിൽ മൊത്തത്തിലൊരു മഴ സമയത്തൊക്കെ നല്ല സ്ഥലം കേട്ടോ. ഫുള്ള് ഇരുട്ടായിരിക്കും. താഴെ വന്ന് വീടെടുക്കുന്നു. അടിപൊളി. ഇത് ചെന്ന് ഈ വെള്ളം ചെന്ന് നേരെ പതിക്കുന്ന കായലിലാണ്. പിന്നെ ഈ ഒരു വെള്ളം നേരെ ഒഴുകി ചെല്ലുന്ന കായലിലോട്ടാണ്. ഒരു വലിയ കായലുണ്ട്. അത്യാവശ്യം നല്ല ഒഴുക്ക് ഉണ്ടായിരുന്നു. കല്ല് മറ്റേ ചെങ്കൽ, പാറക്കല്ലല്ല ഇത്. ചെങ്കല്ലിനാ, കരിങ്കല്ല് അങ്ങനത്തെ സാധനം.
വെള്ളം ഒഴുകി വീണ് പോളിഷായി മഞ്ഞായി. മഞ്ഞില്ല പായൽ. അവിടെ നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു. ആ താഴെ ഇച്ചിരി ആഴം സ്ഥലത്ത് അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഈ പാത വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് കുഴിയായിരിക്കും. ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കെട്ടിക്കിടക്കുന്ന നല്ല വെള്ളം, പിന്നെ പതയും ഉണ്ട്. ഓ, നല്ല ആഴമുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതിൻ്റെയൊക്കെ അടിയിൽ ചിലന്തിയൊക്കെ ഉണ്ടായിരുന്നു, ഇരുന്നാലും അറിയത്തില്ല. കുറേ ഈ ചെറിയ ചെറിയ ഗുഹ കണക്ക്, അതായത് പാറയിൽ ഇടുക്കുണ്ട്, വന്ന് വീണ് വീണ് ഇടുക്കുകൾ കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാമ്പൊക്കെ ആയിരിക്കും അറിയത്തില്ല. പതുക്കെ നോക്കിക്കോ, നമുക്ക് സ്ലിപ്പാവും കല്ല്, വെള്ളം നനഞ്ഞ് കിടക്കുന്നുണ്ട്. കുറേ ഡ്രസ്സൊക്കെ കിടക്കുന്നു. മരത്തിലെ കൊണ്ട് കളഞ്ഞിട്ട് പോയത് ഇത് വഴി മുകളിൽ കയറാമോ? അതുകൊണ്ട് ഒരു ഗുഹ എന്നൊക്കെ ഉണ്ടായിരുന്നു. ആ വള്ളി പിച്ചിട്ട് താഴോട്ട് ഇറങ്ങിയില്ല. മേളിലത്തെ ഗുഹ നല്ല രസമാണ്, ചെറിയൊരു വീട് അല്ലേ. അവിടെ നിന്ന് വള്ളി പിടിച്ച് മേളിൽ കയറി പോകണം. മഴ സമയത്ത് സൂപ്പറായിരിക്കും കേട്ടോ. ഇടിച്ചാ മഴ സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ടീമൊക്കെ മഴ സമയത്ത് കയറത്തില്ല. ഈ പാറയുടെ ഭയങ്കര വെള്ളമായിരിക്കും. കുറേ പയ്യന്മാരൊക്കെ ഉണ്ട്. നല്ല സ്ഥലം തന്നെ. മേലിലൊക്കെ വള്ളിച്ചെടികളൊക്കെ ഉണ്ട്. അവരെല്ലാം സ്പീഡിൽ നിന്ന് കയറി വന്നു കേട്ടോ. അത് പടപടി മേളിലേ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് പയ്യന്മാരാണ്. അവർ തമിഴ് സംസാരത്തിൽ നിന്ന് കയറി പോകും. മേളിലേക്ക് ഉണ്ടോ ഭയങ്കര ഫാസ്റ്റായിട്ട് മേളിൽ കയറി പോയി. ഇവർ നേരത്തെ വന്നിട്ടുള്ളതാണ് വലിയ കയറി പോകുന്നുണ്ടോ. ഇനി ആ വയറി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാൻ ചാടും. അല്ലാണ്ട് പതുക്കെ ഇങ്ങനെ ഇതുവഴി കയറി വന്നാൽ പൊട്ടാൻ ചാൻസ് ഉണ്ടോ. പിടിച്ചിന് കയറിയാണ് പറയുന്നത്. വേറെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പതുക്കെ ഇതിൽ മേളിലെ കംപ്ലീറ്റ് വേസ്റ്റ് കേട്ടോ. ഉണ്ട് അവിടെ നല്ല കുഴിയുണ്ട്. പതുക്കെ പിടിച്ചേറ്, വീഴാതെ പിടിച്ചേറ്. നീ കയറിക്കോ അതുവഴി കയറിക്കോ. അതുവഴി കയറി കറങ്ങി ഇനി ഒന്നായില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വഴിയുണ്ടെന്ന് ഇപ്പുറത്ത് ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഇവിടെ നിന്നല്ലേ വെള്ളം വരുന്നു. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, അവിടെ നിന്ന് നോക്കുക, അവിടുത്തെ ഏറ്റവും ടോപ്പ്. ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. ടീം പോയ ടീം തിരിച്ചു വരുന്നത് താഴെ വന്നു. അങ്ങോട്ട് ചെറിയ തോട് കണക്കാണ്. ഇതേ കണക്ക് അതിലേക്ക് ഇറങ്ങി ഇങ്ങ് താഴെ ഇറങ്ങാം കേട്ടോ. വള്ളിയിൽ പിടിച്ചിട്ട് പാൻ്റൊക്കെ അത്രയും വെള്ളമായടാ. കാല് നനച്ചിരിക്കും. കുഴപ്പമില്ല. ഇങ്ങോട്ട് എൻ്റെ സൈഡിടാ. എനിക്കൊന്ന് ആ ഇടുക്കിൻ്റെ ഇടയിലൊക്കെ പാമ്പ് വേണം കേട്ടോ. പറയുന്നതാണ് ആഴമുണ്ടെന്നാണ്.
എന്തായാലും ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വാട്ടർഫാൾസ് ആണ്. അതൊക്കെ നോക്കി വരാൻ ചാടിയൊക്കെ ഇറങ്ങി വിടാൻ പിടിക്കും. ഒരു വലിയ അട്ടായിരുന്നു അതിന്റെ സൈഡിലാ അതുകൊണ്ട് അവിടെ എന്തിനാണ് അവിടെ തിന്നുന്നുണ്ട്, കുഴപ്പമില്ല, ചെറുതാക്കി. നാച്ചുറൽ ബ്യൂട്ടി. വന്ന ടീം എല്ലാവരും പോയടാ, ഫാമിലിയൊക്കെ പോയെന്ന്. പാറയുടെ ഏറ്റവും ടോപ്പിലൊരു വലിയ പാറ ഇരിക്കുന്നുണ്ട്. ഈ പാറ മരത്തിൻ്റെ വള്ളികൾ. ഇവിടെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നല്ല വെള്ളച്ചാട്ടമാണ് കേട്ടോ. മേളിൽ നിന്നൊക്കെ തെറ്റി അങ്ങ് താഴെ ചെല്ലുന്നേര് കായലിലങ്ങ് ചെന്ന് വീഴും, ഒഴുകി അങ്ങ് പോകും. പാറപ്പുറത്ത് ചെടി പിടിച്ചിരുന്നുണ്ട്. കരിങ്കല്ല്. കൊള്ളാം, നല്ല പ്ലേസ് തന്നെ. വെള്ളം ഭയങ്കര തണുപ്പ് തന്നെ. എന്നാലും നല്ല വെയിലുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. ഇവിടെ കിടക്കാൻ നല്ല സുഖമുണ്ട് നല്ല തണുപ്പത്ത്. എൻ്റെ പാൻറ് ലൈഫ് ജാക്കറ്റ് കണക്കാൻ കുഞ്ഞി. ഫുള്ള് നനഞ്ഞു. അപ്പൊ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? പൊളിയല്ലേ? അപ്പൊ ഇത് കാട്ടിന്റെ ഉള്ളിലായിട്ടാണ്, നല്ല വൈബും കിടിലം പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. തിരിച്ചു പോകണം. സാഡ് മൂമെന്റ്. കായല് അല്ല, ഇതുവഴിയാണ് പോണത്. ചേട്ടാ വെറുതെ കയറി.